നമ്മുടെ സംസ്ഥാനത്ത് വ്യാപകമായ രീതിയിൽ പകർച്ചവ്യാധി വ്യാപിക്കുകയാണ്. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനത്തിന് വേണ്ടി മുൻ സർക്കാരും ഇപ്പോഴുള്ള ഗവൺമെൻറ്റും യാതൊരു വിധമായ മുന്നൊരുക്കവും നടത്താത്തതിൻ്റെ പ്രതിസന്ധിയാണ് ആരോഗ്യ മേഖലയിൽ ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്നത്. ഏറ്റവും പുതിയ ഷിഗല്ല 6 മരണങ്ങളാണ് നാളിതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രതിരോധ പ്രവർത്തനത്തിന് എന്ത് നടപടിയാണ് സംസ്ഥാന ആരോഗ്യവകുപ്പ് എടുത്തിട്ടുള്ളത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ശുചിത്വമില്ലായ്മയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്നാണ് ബന്ധപ്പെട്ട ആരോഗ്യ വിദഗ്ധന്മാർ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം കാട്ടാക്കടയിലും മലപ്പുറത്തും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള 2 കേസുകൾ നമ്മൾ കേരളത്തിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. കാട്ടാക്കടയിൽ ഒരു ബേക്കറിയിൽ നിന്ന് ശേഖരിച്ച പൈനാപ്പിൾ ജ്യൂസ് സാമ്പിളിൽ ഷിഗല്ല ബാക്ടീരിയ കണ്ടെത്തിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട്, ആരോഗ്യവകുപ്പിൻ്റെ റിപ്പോർട്ട്. മലപ്പുറത്ത് തിരൂരങ്ങാടിയിൽ മലിനമായ വെള്ളം ഉപയോഗിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്ന് ഒരു കരിക്കിൻ ജ്യൂസ് സ്റ്റാൾ അധികൃതർ അടപ്പിച്ചു. എന്തുകൊണ്ട് ഇത്തരത്തിൽ വ്യാപകമായ രീതിയിൽ രോഗവ്യാപനം ഉണ്ടാകുന്നു? 6 മരണത്തിലേക്ക് പോകുന്നു. ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഈ സംസ്ഥാനം രൂപീകൃതമായ കാലഘട്ടത്തിന് മുമ്പ് ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനം നടത്തിയിരുന്നൊരു പ്രദേശം, ഒരു സംസ്ഥാനം. ആ സംസ്ഥാനത്താണ് ഇന്ന് ഭാരതത്തിൽ ഏറ്റവും അധികം രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സംസ്ഥാനം, മാരകമായ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സംസ്ഥാനമായി മാറുന്നത്. ഈ ഗവൺമെൻറ് തുടക്കത്തിൽ വേണ്ട മുൻകരുതലുകൾ നടത്തിയിരുന്നെങ്കിൽ ഇത്രയധികം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടില്ലായിരുന്നു, ഇത്രയധികം രോഗികളുടെ എണ്ണം ഉണ്ടാവില്ലായിരുന്നു. നമ്മുടെ സംസ്ഥാനത്ത് സർക്കാർ ആശുപത്രികളുടെ കണക്കനുസരിച്ച് ആരോഗ്യവകുപ്പ് പറയുന്നത് ഈ മഴക്കാലത്ത് ദിവസം 13,000 വൈറൽ പനി ബാധിച്ചവർ അഡ്മിറ്റ് ചെയ്യപ്പെടുന്നതാണ്. സ്വകാര്യ ആശുപത്രികളുടെ കണക്ക് വേറെയാണ്. തിരുവനന്തപുരം അടക്കമുള്ള നമ്മുടെ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകൾ, സർക്കാർ സംവിധാനങ്ങൾ പാവപ്പെട്ട രോഗികൾ ചെല്ലുമ്പോൾ അവർക്ക് ചികിത്സാ സൗകര്യം ഒരുക്കുന്നതിൽ കാണിക്കുന്ന വലിയ അനാസ്ഥ നമ്മുടെ മുന്നിലുണ്ട്. ഏറ്റവും അവസാനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു രോഗിയോട് കാണിച്ച അനാസ്ഥയെ സംബന്ധിച്ച് അതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ മാറ്റേണ്ടി വന്നു. ഷിഗല്ല എൻ്റെ നിയോജക മണ്ഡലത്തിൽ ചാത്തന്നൂരിൽ, കൊല്ലം ജില്ലയിൽ 2 എണ്ണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ചാത്തന്നൂരാണ്. ഞാനന്ന് ആ ദിവസം തന്നെ DMOയും ബന്ധപ്പെട്ട ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥന്മാരെയും ബന്ധപ്പെടുകയുണ്ടായി. ശുചീകരണ പ്രവർത്തനത്തിന് വേണ്ടി, രോഗപ്രതിരോധത്തിന് വേണ്ടി എടുത്തിട്ടുള്ള നടപടികളൊക്കെ ആരായുകയും ചെയ്തു. പക്ഷേ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണത്തിലുള്ള അഭാവം ആരോഗ്യവകുപ്പിൽ നമ്മൾ കാണുന്നതാണ്. കേരളത്തിലെ ഒരു സർക്കാർ ആശുപത്രികളിലും ആവശ്യം വേണ്ട സ്റ്റാഫുകളില്ല, ഡോക്ടർമാർ അടക്കമുള്ളവർ ഇല്ല. എന്തുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്, മുൻ ഗവൺമെൻറ്, ഇപ്പോഴത്തെ ഗവൺമെൻറ്, മുൻ ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ വരുന്നു എന്ന ലഹരിയിൽ ഈ മുന്നൊരുക്കം നടത്തിയില്ല? ഇപ്പോഴത്തെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ഉണ്ടായ ഒരുപാട് പ്രതിസന്ധികളൊക്കെ നമ്മൾ കണ്ടു. ഒരു കൂട്ടുത്തരവാദിത്വമില്ലാതെ പോകുന്നതിൻ്റെ ഒരു ദുരന്തഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്. സംസ്ഥാന ആരോഗ്യവകുപ്പ് ഡയറക്ടറെ മാറ്റി സംസ്ഥാന ആരോഗ്യ സെക്രട്ടറിയോ അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയോ ഒക്കെ അറിയാതെ ചില റിപ്പോർട്ടുകൾ കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് ആ ഡയറക്ടറെ മാറ്റിയത്. ഒരു ഗുരുതരമായ രോഗവ്യാപനത്തിൽ ഈ സംസ്ഥാനം നിൽക്കുമ്പോൾ സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ മേലധികാരികൾ തന്നെ ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് സംസ്ഥാനം പോകുമ്പോൾ എങ്ങനെയാണ് രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ട ഇടപെടൽ നടത്തുക? ഇത് സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ സമ്പൂർണമായ പരാജയമാണ് കാണിക്കുന്നത്. എലിപ്പനി 2025 കണക്ക് പ്രകാരം 360-ലധികം ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട് എലിപ്പനി മൂലം. ഡെങ്കിപ്പനി കൊതുക് ജന്യ രോഗമാണ്. ഒരു വർഷം ഗവൺമെൻറ്റിൻ്റെ കണക്കനുസരിച്ച് 40 മുതൽ 80 വരെ മരണങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നു. മഞ്ഞപ്പിത്തം മൂലം 2025
12,378 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 69 പേര് മരണപ്പെട്ടിട്ടുണ്ട്. മസ്തിഷ്ക ജ്വരം അടക്കമുള്ള കേസ്. ഷിഗല്ല ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് 146 കേസ്, മരണം 6. ഇതാണ് നമ്മുടെ ഭയാശങ്കയിലാക്കുന്ന ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങൾക്ക് അടിയന്തരമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ഇടപെടൽ നടത്തി ആൾക്കാരെ, രോഗികളെ സംരക്ഷിക്കണം, അവർക്ക് ആരോഗ്യ പരിപാലനം നടത്തേണ്ട ഉത്തരവാദിത്വത്തിൽ നിന്ന് ആരോഗ്യവകുപ്പ് പിന്മാറുന്നു എന്നുള്ള ദയനീയമായ കാഴ്ചയാണ് ഇപ്പോൾ കേരളത്തിൻ്റെ മുന്നിലുള്ളതാണ്. കാട്ടാക്കടയിലെയും മലപ്പുറത്തെയും ഏറ്റവും അവസാനത്തെ സംഭവങ്ങൾ പോലും കാണിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ആരോഗ്യവകുപ്പ് നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട്. ആരോഗ്യവകുപ്പ് മന്ത്രി രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എന്തു മുന്നൊരുക്കമാണ് നടത്തിയിട്ടുള്ളത്, ആ മുന്നൊരുക്കങ്ങളിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നതടക്കം പരിശോധിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ഇത്രയധികം പകർച്ചവ്യാധികൾ നമ്മുടെ സംസ്ഥാനത്ത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ പോലും സംസ്ഥാന ആരോഗ്യ വകുപ്പ് അതിന് നേതൃത്വം കൊടുക്കുന്ന മന്ത്രി അടക്കം വേണ്ട ഇടപെടൽ നടത്തുന്നില്ല. സംസ്ഥാനത്ത് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഉദ്യോഗസ്ഥന്മാരെ വയ്ക്കുന്നു, പിറ്റേന്ന് ഉദ്യോഗസ്ഥന്മാരെ മാറ്റുന്നു. തുടക്കത്തിൽ തന്നെ ഒരു ഉദ്യോഗസ്ഥ നിയമനങ്ങളിലും മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിലും നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, ആ വിവാദങ്ങൾക്ക് പിന്നാലെ മന്ത്രിമാർ പോകുമ്പോൾ ജനങ്ങളെ ബാധിക്കുന്ന ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വേണ്ട പ്രതിരോധ ഇടപെടൽ പോലും നടത്തുന്നില്ല എന്ന ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് നമ്മുടെ സംസ്ഥാനം ഇപ്പോൾ നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നത്തെ സംരക്ഷിക്കുവാൻ ആവശ്യമായ അടിയന്തര നടപടി സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെയും സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെയും ഒക്കെ ഭാഗത്തു നിന്നും ഉണ്ടാവണം. അല്ലെങ്കിൽ കൂടുതൽ മരണങ്ങളിലേക്ക്, കൂടുതൽ ആൾക്കാരുടെ രോഗത്തിലേക്ക് പോകുന്ന ഗുരുതരമായ അവസ്ഥയിലേക്ക് ഈ സംസ്ഥാനം പോകും. ഏറ്റവും വേണ്ട മുന്നൊരുക്കത്തിൽപ്പെട്ട പരാജയമാണ് ഇത്രയധികം രോഗങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത്, വളരെ ഗുരുതരമായ രോഗങ്ങൾ, ഭാരതത്തിലെ മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത തരത്തിലുള്ള രോഗവ്യാപനത്തിലേക്ക്, പകർച്ചവ്യാധികളുടെ വ്യാപനത്തിലേക്ക് നമ്മുടെ സംസ്ഥാനം മാറുന്നത്. അടിയന്തരമായ ഇടപെടൽ സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നാണ്. സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി ജനങ്ങളോട് ഇതുമായി ബന്ധപ്പെട്ട മറുപടി പറയണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാറ്. അടിയന്തര പ്രമേയത്തിന് നമ്മൾ നോട്ടീസ് കൊടുക്കും. പക്ഷേ അടിയന്തര പ്രമേയം അവതരിപ്പിക്കാനുള്ള ചില നടപടിക്രമങ്ങളുണ്ടല്ലോ. അപ്പോൾ ആ നടപടിക്രമങ്ങൾ ഗവൺമെൻറ് അടിയന്തരമായി യഥാർത്ഥത്തിൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ഈ വിഷയം. അത് ഗവൺമെൻറ് നാളെ ബഡ്ജറ്റാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അടിയന്തര പ്രമേയത്തിന് ഞങ്ങൾ നോട്ടീസ് കൊടുക്കും. അതെ, സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ, ഞാൻ അതോടെ സൂചിപ്പിച്ചത്, മുന്നൊരുക്കം ഒന്നും നടത്തിയിട്ടില്ല. എന്തുകൊണ്ട് മുന്നൊരുക്കം നടത്താൻ പറ്റുന്നില്ല? സംസ്ഥാനത്തിൻ്റെ മന്ത്രിമാർക്ക് ശ്രദ്ധ മറ്റു പല കാര്യങ്ങളും, അവരുടെ വിഷയങ്ങൾ, സംഘടനയ്ക്കകത്തുള്ള, മന്ത്രിസഭയ്ക്കകത്തുള്ള പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാൻ പറ്റുന്നില്ല. ഏറ്റവും അവസാനം കാട്ടാക്കടയും മലപ്പുറത്തെയും കാര്യങ്ങൾ അതാ പറഞ്ഞത്. ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് പരിശോധിക്കണ്ടേ? മുൻകാലങ്ങളിലും മഴക്കാല വ്യാപനം നടന്നപ്പോൾ, രോഗങ്ങൾ വ്യാപനം ഉണ്ടായപ്പോൾ നടത്തിയ ചില ഇടപെടലുകൾ മുൻകാലങ്ങളിൽ, ഇപ്പോൾ സമീപകാലത്തൊന്നുമല്ല, കഴിഞ്ഞ ഗവൺമെൻറ് കാലഘട്ടത്തിലായാലും ഈ ഗവൺമെൻറ് കാലഘട്ടത്തിലായാലും റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകളുണ്ട്. ഒരു ശുചീകരണ പ്രവർത്തനത്തിനും മാരകമായ രോഗങ്ങൾ വ്യാപിക്കുമ്പോഴും അത്തരം കാര്യങ്ങളിലൊന്നും ബന്ധപ്പെട്ട വകുപ്പുകൾ ഇടപെടുന്നില്ല. അതിന് നേതൃത്വം കൊടുക്കേണ്ട മന്ത്രി ഉത്തരവാദിത്വമില്ലായ്മയാണ് കാണിക്കുന്നത്.